യൂറോ കപ്പിൽ പോർച്ചുഗലിനെ മറികടന്ന ഫ്രാൻസ് സെമിയിൽ. ഇന്ന് നടന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഫ്രാൻസ് വിജയിച്ചത്. നിശ്ചിത സമയത്തും അധിക സമയത്തും മത്സരം ഗോൾ രഹിതമായിരുന്നു. തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസ് 3-5 പെനാൽറ്റികൾക്ക് വിജയിക്കുകയായിരുന്നു. മത്സരത്തിൽ ഇരു ടീമുകളും അവസരങ്ങൾ ഒരുക്കിയെങ്കിലും ഫൈനൽ തേർഡിലെ മോശം പ്രകടനം മത്സരം ഗോൾ രഹിതമാക്കി. പോർച്ചുഗൽ കീപ്പർ കോസ്റ്റയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉണ്ടായില്ല. മറുവശത്ത് ഫ്രാൻസ് കീപ്പർ മൈഗ്നൻ 1-2 മികച്ച സേവുകൾ നടത്തി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനായി 3-ാം കിക്കെടുത്ത യാവോ ഫെലിക്സിന്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചതോടെ റൊണാൾഡോയുടെയും കൂട്ടരുടെയും യൂറോ അധ്യായം അവസാനിച്ചു. ഫ്രാൻസിനായി ഉസ്മാൻ ഡെമ്പലെ, യൂസഫ് ഫൊഫാന, യൂൾസ് കുണ്ടെ, ബ്രാഡ്ലി ബാർക്കോള, തിയോ ഹെർണാണ്ടസ് എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ പോർച്ചുഗലിനായി ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെർണാഡോ സിൽവ, നുനോ മെൻഡസ് എന്നിവർ ലക്ഷ്യം കണ്ടു. മത്സരത്തിന്റെ മറ്റു കണക്കുകളിലേക്ക് വന്നാൽ 60% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് പോർച്ചുഗലായിരുന്നു. 15 ഷോട്ടുകളാണ് പോർച്ചുഗൽ തൊടുത്തത്. 4 ഷോട്ട് ഓൺ ടാർഗറ്റ്. 869 പാസുകൾ 93% കൃത്യതയോടെ പോർച്ചുഗൽ പൂർത്തിയാക്കി. 20 ഷോട്ടുകളാണ് ഫ്രാൻസ് തൊടുത്തത്. 5 ഷോട്ട് ഓൺ ടാർഗറ്റ്. 587 പാസുകൾ 91% കൃത്യതയോടെ ഫ്രാൻസ് പൂർത്തിയാക്കി. ഓപ്പൺ പ്ലേയിൽ ഒറ്റ ഗോൾ പോലും നേടാതെയാണ് ഫ്രാൻസ് സെമിയിലെത്തുന്നത്. സെമിയിൽ ജർമ്മനിയെ പരാജയപ്പെടുത്തി വരുന്ന സ്പെയിനാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.